ഇന്നത്തെ സ്റ്റാർ ജാമിൽ നമ്മുടെ സ്റ്റാറിന് ഒരു ഇൻട്രോ ഞാൻ ഒരുപാട് ആലോചിച്ചു. കുറെ പറയാനുണ്ട് പക്ഷേ ഇൻട്രോ. സോ ഫൈനലി ഞാൻ വിചാരിച്ചു ഒറ്റ വാക്കിൽ എനിക്കൊരു ഇൻട്രോ പറയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കണ്ടുപിടിച്ചു. ലോകത്തിലെ ഏറ്റവും ഫേമസ് മലയാളികളിൽ ഒരാളാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്ന സാക്ഷാൽ ദിവാൻ ആൻഡ് ഓൺലി ഡോക്ടർ ശശി തരൂർ. വെൽക്കം ടു സ്റ്റാർ ജാം സർ. താങ്ക് യു. സൂപ്പർ. സാറ് പാട്ട് കേൾക്കാറുണ്ടോ? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. പാട്ട് ഇടയ്ക്ക് കേൾക്കാറില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കുറെ കേട്ടു. ഓക്കെ. പക്ഷെ ഇപ്പൊ പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ സമയമില്ല. ഇല്ല, എത്ര കാലമായി സമയമില്ലാതായിട്ട്? അല്ല, സിനിമ കണ്ടിട്ട് പിന്നെ കുറെ 1-2 വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു അവസാനത്തെ സിനിമ ബാഹുബലിയുടെ ആദ്യത്തെ പാട്ടായിരുന്നു ഞാൻ കണ്ടില്ല. സെക്കൻഡ് പാർട്ട് കണ്ടില്ല. സെക്കൻഡ് പാർട്ട് കാണാൻ കൂടി സമയം കിട്ടി. കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കൊന്നതെന്ന് സാർ മനസ്സിലായിട്ടില്ല. അതെ, പക്ഷേ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോ കൊന്നില്ലെന്ന് എനിക്കറിയില്ല. മനസ്സിലായി. ഓക്കെ. സാർ റേഡിയോ കേൾക്കാറുണ്ടോ? റേഡിയോ സ്റ്റേഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് റേഡിയോ ശരിക്ക് അത്ര കേൾക്കാറില്ല. കാരണം കാറിൽ ഇടയ്ക്ക് ഡൽഹിയിലും ഇവിടെയും നമ്മളുടെ ഡ്രൈവർമാർ പാട്ടിടുമ്പോൾ പഴയ പാട്ടുകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കും. വാർത്തയും കറണ്ട് അഫയേഴ്സും ഇപ്പോഴത്തെ ഇതുപോലുള്ള ഇന്റർവ്യൂസ് കേൾക്കാൻ എനിക്ക് കൂടുതൽ അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ. എന്നോട് ഒരാൾ പറഞ്ഞു സാർ ഇന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സീനിയർ മെമ്പറാണ്. സാർ ഭയങ്കരമായിട്ട് പഴയ പാട്ടുകൾ പാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദി പാട്ടുകൾ ഒരു 2 പേര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ല, ഹിന്ദി പാട്ടുകൾ പിന്നെ 1-2 പേര് പല പാട്ടുകളുടെ അതൊക്കെ പിന്നെ 50 വർഷം മുമ്പിലത്തെ പാട്ടുകളൊക്കെയാണ്. ഇപ്പം ശ്രുതി താളമൊക്കെ കറക്റ്റിൽ കിട്ടുമോ പാടിയാല്? അറിയില്ല, കുറെ കാലമായി പാടിയിട്ട്. ശ്രമിച്ചു നോക്കണം നമുക്ക് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണം. മസ്താനി मदहोश किए जाए मुझे दूर कोई खींचे तेरी ओर लिए जाए മസ്താനി. എന്താ നിങ്ങളുടെ സ്ക്രീനിന്റെ പച്ചവരികളൊക്കെ ചാടുണ്ടോ? MP ഡോക്ടർ ശശി തരൂർ, അതുപോലെ പൊളിറ്റീഷ്യൻ ഡോക്ടർ ശശി തരൂർ, ഇന്റർനാഷണൽ സിവിൽ സർവൻറ്റ്, റൈറ്റർ, പ്രാസംഗികൻ, ഇതൊക്കെ ഊരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ശശി തരൂർ ശരിക്കും എന്തായിരിക്കും? ആരായിരിക്കും? ക്രിക്കറ്റ് ഫാൻ ആണോ? ക്രിക്കറ്റ് കണ്ടോണ്ടിരുന്നാലും വേറെ ഒന്നും ആവശ്യമില്ല. എൻ്റെ സ്റ്റാഫൊക്കെ പറയാറുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടി പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടാൽ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് പ്രചരണം ചെയ്യുന്ന പകരം ഞാൻ പോയിട്ട് ക്രിക്കറ്റ് കാണുന്നതാണ്. 2 6 ഒക്കെ അടിച്ചിട്ട് വരും. അല്ല, അത് ഇടയ്ക്ക് അവർ ക്ഷണിക്കുമ്പോൾ ചെയ്യാം. പക്ഷെ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. നമ്മളുടെ പ്രായമൊക്കെ 6 അടിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. ഇനി അടിച്ചാൽ മിഡ് ഓഫിൽ പിടിക്കുവരും. അതെ. അതുകൂടാതെ ബാക്കിയുള്ള സമയങ്ങളിൽ എന്താണ് സാർ ചെയ്യാറ്? അല്ല, ശരിക്കും ബാക്കിയുള്ള സമയം ഇല്ലയെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഞാനൊരു MP ആയിട്ട് രാഷ്ട്രീയക്കാരനായ ശേഷം എൻ്റെ രാവിലെ മുതൽക്ക് എന്നെ ആൾക്കാർ ഓരോ ആവശ്യം കൊണ്ടുവരും, അല്ലെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ എത്തും. പിന്നെ ദിനത്തിൽ പല മീറ്റിംഗ്സ് ഉണ്ടാവും, പ്രസംഗത്തിനും കോൺഫറൻസൊക്കെ ആൾക്കാർ വിളിക്കുകയും ചെയ്യും. പിന്നെ സാധാരണ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ സ്വന്തം സമയം കിട്ടുന്നത് ഒരു 11 മണി രാത്രിയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇരുന്ന് എഴുതുന്നത്. അപ്പോൾ ഒരു 11-2 മണി വരെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വേറെ സിനിമ കാണാനോ പിന്നെ ക്രിക്കറ്റ് കാണാനോ ഒക്കെ എവിടെ സമയം? ഒന്നിനും സമയം. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് മാച്ചൊക്കെ ഫോളോ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ്സ് അടുത്ത രാവിലെ ട്രെഡ്മില്ലിൽ കയറി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് പിന്നെ ടെലിവിഷൻ കാണും. പക്ഷേ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ നാടൻ ചുറ്റപ്പോൾ പവർ കട്ട് പോലെ ചിലപ്പോൾ ഹൈലൈറ്റ്സും കിട്ടില്ല, കിട്ടിയാലേ കാണാൻ സാധിക്കില്ല. ഹൈലൈറ്റ്സ് ലോ ലൈറ്റ്സ് ആയി മാറും. അതാണ് ബുദ്ധിമുട്ട്. അത് ഞങ്ങൾക്ക് അറിയാൻ തിരക്ക് സാറിൻ്റെ. ഞങ്ങൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം ഒന്ന് സ്റ്റുഡിയോയിലേക്ക് കിട്ടിയതല്ലേ. അപ്പോൾ ആ തിരക്കിനിടയിൽ കുറച്ച് സമയം സ്റ്റാർ ജാമിൽ തന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മൾ 1956 പോവാണ്. 1956 ലണ്ടനിൽ ജനിച്ച ആ കുട്ടിയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്ന. ജനിച്ച വർഷങ്ങൾ പലരും ഓർമ്മ വയ്ക്കുക. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചതേ പഠിച്ചിട്ടുണ്ട്. 56 സുവേസ് ക്രൈസിസ് ഉണ്ടായിരുന്നു, പിന്നെ സോവിയറ്റ് ഇൻവേഷൻ ഓഫ് ഹംഗറി ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ സംഭവിച്ചു 56-ല്. എന്റെ ജന്മം ഒരു ചെറിയൊരു ഫുട് നോട്ടായിട്ട് ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. ലണ്ടനിൽ ജനിച്ചെങ്കിലും ഒരു 15 പൗണ്ട്സ് കൊടുത്ത് ഒരു UK പാസ്പോർട്ട് ഇതുവരെ എടുക്കാത്ത മലയാളിയാണ്, ഇന്ത്യനാണ് ഇന്നത്തെ സ്റ്റാർ ജാമിൽ. ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ എപ്പോഴും പിന്നെ ജനിച്ച മുതൽക്ക് ആദ്യം നമ്മുടെ പാസ്പോർട്ടായിരുന്നു എൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇന്ത്യനാണ്. ഞാൻ ആക്ച്വലി ആദ്യം ഇംഗ്ലണ്ടിൽ പോകാൻ ആഗ്രഹിച്ചപ്പോൾ
അവരെന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പാസ്പോർട്ട് അവകാശമുണ്ടെന്ന് അറിഞ്ഞു ചോദിച്ചു. എനിക്ക് അറിഞ്ഞു, പക്ഷേ വേണ്ടെന്ന് പറഞ്ഞു. അവർ അതിശയപ്പെട്ടു. ഇങ്ങനെ അവകാശമുള്ള ഒരു ഭാരതീയർ ഞങ്ങളുടെ പാസ്പോർട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ ഇതില്ല. അത് കഴിഞ്ഞിട്ട് കുറേ തവണ പിന്നെ അവർ വീസ റിക്വയർമെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വീസ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വീസയ്ക്ക് 65 പൗണ്ടാണ്, പിന്നെ പാസ്പോർട്ട് 15 എടുത്തുകൂടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം എൻ്റെ രാജ്യത്തിൽ ഒരു പാസ്പോർട്ടെ സംബന്ധിച്ച് ഒരിക്കലും ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കാൻ തയ്യാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. സാർ ഒരുപാട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മൊത്തം എത്ര സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്? അല്ല, ആദ്യത്തെ സ്കൂൾ ഒരു മോണ്ടിസോറി സ്കൂൾ, അത് LKG പോലെയൊക്കെയാണ്. അതിനെ കൂട്ടാക്കണം. അത് കാസ മോണ്ടിസോറി ബോംബെയിൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഒരു വർഷത്തിന് ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു. അവർ ഉദ്ദേശിച്ചത് ഒരു വർഷമല്ല, പക്ഷെ ഞാൻ പോയപ്പോൾ എനിക്ക് എഴുതലും വായിക്കലും പഠിപ്പൊക്കെ കുട്ടിക്കാലം മുതൽക്കേ കുറച്ചൊരു പ്രിക്കോഷ്യസ് ആണ്. അപ്പം ഞാൻ 3ാം ക്ലാസ്സിൽ നേരിട്ട് പരീക്ഷ എഴുതി അഡ്മിഷൻ കിട്ടി. 3ാം ക്ലാസ്സിൽ പക്ഷേ 5.5 വയസ്സായ കുട്ടിയായിരുന്നു ഞാൻ. ഇംഗ്ലണ്ടിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യക്ക് മാറിയ ശേഷം എനിക്ക് ചെറിയതല്ല ഒരു വലിയൊരു ഏക്കം തുടങ്ങി. പല അലർജിയൊക്കെ വന്നിട്ടും ഈ വേങ്ങാനും തുടങ്ങി. അതോടൊരു പ്രശ്നം വന്നത്, സ്കൂളിൽ പ്രത്യേകിച്ച് എമോഷണൽ സപ്പോർട്ടും ഇല്ല, അച്ഛനമ്മയും ഇല്ല, പിന്നെ ഒറ്റയ്ക്കാണ്. എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും എന്നെയും കാട്ടി 2 വർഷം മൂക്കുന്ന കുട്ടികളുമാണ്. പിന്നെ അസുഖവും വന്നു. അപ്പോൾ പഠിപ്പിൽ നന്നായി ചെയ്തു, പിന്നെ പരീക്ഷയൊക്കെ നന്നായി എഴുതി, പക്ഷെ ബാക്കി എല്ലാറ്റിലും സ്ഥിതി മഹാമോശമായിരുന്നു. കുറേ സമയത്ത് പിന്നെ സ്കൂളിൻ്റെ ആസ്പത്രിയിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അവസാനത്തിൽ ആ വർഷം അവസാനിക്കുമ്പോൾ ടീച്ചർമാരെൻ്റെ അച്ഛനമ്മയോട് എഴുതി പറഞ്ഞു, ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും ആവശ്യമുണ്ട്, നിങ്ങൾ തിരിച്ചെടുക്കണം നല്ലത് പറഞ്ഞ് ഉപദേശം അയച്ചു. ബോർഡിങ്ങിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പോയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബോംബെക്കാർ പറഞ്ഞു, എന്താണത്, ഇയാൾ എത്ര നല്ല മാർക്ക് കിട്ടിയാലും 6 വയസ്സായ കുട്ടിയെ ഞങ്ങൾ 4ാം ക്ലാസ് ഇടില്ല, ആദ്യം 3ാം ക്ലാസ് ചെയ്യട്ടെ. എന്നിട്ടും കൂടി ഞാൻ എല്ലാം വെച്ച് ചെറുപ്രായമായ കുട്ടിയായിരുന്നു എൻ്റെ 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ് അങ്ങനെ 2 വട്ടം പഠിച്ചോ? അപ്പോൾ 3ാം ക്ലാസ് 2 വട്ടം പഠിച്ചു. അത് വലിയൊരു അപമാനമായിട്ട് കാണുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷെ പഠിച്ച എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് 3 റാങ്കുകളിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഫസ്റ്റ് ആയിരുന്നു. ഒരു വർഷം മാത്രം അത് 8ാം ക്ലാസ്സിൽ. അത് എന്ത് പറ്റിയെന്ന് എനിക്കെന്ന് അറിയുന്നില്ല. പക്ഷെ ശരിക്കും വീട്ടിൽ ആ വാർത്ത എത്തിയപ്പോൾ ഒരു മരണം സംഭവിച്ച പോലെയായിരുന്നു. അമ്മയും അച്ഛനൊക്കെ എന്നോട് സംസാരിക്കാൻ കൂടി ബുദ്ധിമുട്ട്. 3ാം റാങ്ക് എടുത്ത് വന്നു. 8ാം ക്ലാസ് ആയിരുന്നു അന്ന്. എത്ര പ്രഷർ ഉണ്ടായിരുന്നു അപ്പോൾ സമയത്താണ്? അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിപ്പിസ്റ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ലാന്ന് എന്തോ എനിക്ക് പരീക്ഷ എഴുതാനൊരു കഴിവുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറയും, ഈ പരീക്ഷ നമ്മൾ കൂടുതൽ വില വെക്കരുത്. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, 9ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് സ്ട്രീമിംഗ് ഉണ്ട്, കുറേ സയൻസും ഹ്യൂമാനിറ്റീസും. ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ എൻ്റെ ടീച്ചർമാർ ഭയങ്കര അപ്സെറ്റായി. എൻ്റെ അച്ഛനമ്മയും സ്കൂളിലേക്ക് വിളിച്ചു. അത് പറഞ്ഞു, എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്, എല്ലാ വർഷവും സയൻസ് സബ്ജക്ട്സിൽ ഫസ്റ്റ് ഇയാളാണ്, അപ്പോൾ എങ്ങനെയാണ് ഇയാൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്? അപ്പോൾ എന്നോട് അച്ഛനമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് ഇഷ്ടമില്ലെങ്കിൽ, അച്ഛനമ്മയും മലയാളി അച്ഛനമ്മയായിട്ട് എന്നെ ഡോക്ടറോ എഞ്ചിനീയർ കാണാനായിരുന്നു അവർ ആഗ്രഹം. പക്ഷെ അവർ പറഞ്ഞു, എന്താണിത്, പിന്നെ ഈ ഇത്ര നന്നായിട്ട് മാർക്ക് കിട്ടിയ കുട്ടിക്ക് എന്തുകൊണ്ട് എടുത്തു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സബ്ജക്ട് തീരെ ഇഷ്ടമല്ല. ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ അറിയും, പരീക്ഷ എഴുതാനും അറിയും. പരീക്ഷ എഴുതി ഉടനെ പഠിച്ചതൊക്കെ മറക്കും ഞാൻ. പക്ഷെ നിങ്ങൾ ഹിസ്റ്ററിയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ സാഹിത്യത്തെക്കുറിച്ചോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാത്തതും കൂടി ഞാൻ വായിച്ചിട്ട് പറയാൻ സാധിക്കും. കാരണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചു, ശരി മോന് ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. സാറിന് ഏതായിരുന്നു ഏറ്റവും ടഫസ്റ്റ് സബ്ജക്ട് അന്ന്? ആ കാലത്ത് ഹിന്ദി. കാരണം നമ്മളുടെ സ്കൂളുകളൊക്കെ ഭാഷ തീരെ നന്നായി പഠിപ്പിക്കില്ല. ഞാൻ ഇവിടെയും കേരളത്തിലും കാണുന്നത്, ചിലർ ഹിന്ദിയിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടുണ്ട്, പക്ഷെ 2 വാചകം പറയാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ക്ലാസ് റൂമിൻ്റെ അകത്ത് പഠിച്ച ഭാഷകൾ ഏതും ശരിക്കും പഠിച്ചു. ശരിക്കൊരു ഭാഷ മനസ്സിലാക്കാൻ നമ്മൾ സംസാരിക്കണം, കേൾക്കണം. ഞാൻ ഡൽഹിയിൽ കോളേജ് പഠിക്കാൻ പോയപ്പോഴാണ് ശരിക്കും എൻ്റെ ഹിന്ദി ഒരുപാട് നന്നായത്. അതുപോലെ തന്നെ ഹിന്ദി സിനിമ കണ്ടിട്ടാണ് എൻ്റെ ഹിന്ദി കുറച്ചൊരു അതിൻ്റെ ഒരു ഭാഷയിലൊരു ചൊയ വന്നിരുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചിട്ട്, അതോ നമ്മളുടെ സിസ്റ്റം ഓഫ് ടീച്ചിങ്ങിനെ ഭയങ്കര ബോറാണ്. അതെങ്ങനെ മാറ്റാൻ പറ്റും? മാറ്റുന്നത് കമേഴ്ഷ്യൽ കമ്പനീസാണ് മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ലാംഗ്വേജ് കോഴ്സൊക്കെ പിന്നെ ഇൻ്റർനെറ്റിലും അതൊക്കെ കിട്ടുന്നത്, അവർ കുറച്ചും കൂടി ഇൻഫോർമലാണ്, കോൺവെർസേഷനിലാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ സാധാരണ പിന്നെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവർ പഠിപ്പിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതൊക്കെ എടുത്താൽ പൊങ്ങാത്ത വാക്കുകളും പിന്നെ സാഹിത്യ ഉപയോഗങ്ങളൊക്കെയാണ് അവർ പഠിപ്പിക്കുക. അതൊക്കെ ആർക്കും ആവശ്യമുള്ളത്? നമ്മൾ ഹിന്ദിയിലും മലയാളത്തിലും ആണെന്നുണ്ടെങ്കിൽ സാഹിത്യവും പദ്യവും ഒന്നും പഠിക്കണ്ട എന്നാണ് സാർ പറയുന്നത്. പഠിക്കേണ്ടെന്നല്ല, ചിലവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ എല്ലാ ദിവസത്തിലത്തെ ജീവിതത്തിൽ നമ്മൾക്ക് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ള ആവശ്യം ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇൻറ്ററാക്ഷൻസ്
മനുഷ്യന്മാരോടൊപ്പം ഒരു രാവിലെ എണ്ണിച്ച് ഒരു കടക്കാരനോട് സംസാരിക്കാനോ ഒരു ബസ് ഡ്രൈവറോട് സംസാരിക്കാനോ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കോളീഗ്സിനോട് വല്ല രണ്ട് വാക്ക് സംസാരിക്കാനോ ചെറുക്കാനോ അങ്ങനെയുള്ള ഭാഷയാണ് മനുഷ്യന്മാർക്ക് ശരിക്കും ആവശ്യമുള്ളത്. അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എത്ര വേഗം പഠിക്കുക. എൻ്റെ ഫ്രഞ്ച് തിരക്കേടില്ല, ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഞാൻ ഫ്രഞ്ച് ഭാഷയിൽ നല്ലോണം പിന്നെ സംസാരിക്കാൻ അറിയും, ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചത് ഐക്യരാജ്യസഭയുടെ ക്ലാസ്സിൽ യുണൈറ്റഡ് നേഷൻസിൽ പഠിച്ചതാണ് ജനീവയിൽ. അവിടെ അവർ അങ്ങനൊരു ടെക്സ്റ്റ് ബുക്ക് അപ്രോച്ച് അത്രയില്ലേ, കുറച്ചൊക്കെ എഴുതാനൊക്കെ അവർ പഠിപ്പിക്കും, പക്ഷെ കൂടുതൽ ക്ലാസ്സിൻ്റെ അകത്ത് സംസാരമാണ്. എന്നിട്ട് ടീച്ചർമാരെന്നെ പറയും, നിങ്ങൾ വീട്ടിൽ പോയി ഒരു ഫ്രഞ്ച് ടെലിവിഷൻ കാണണം, നിങ്ങൾ ഒന്നും മനസ്സിലായാലും കൂടി മനസ്സിലാവാൻ തുടങ്ങും, പക്ഷെ നിങ്ങൾ ഭാഷ ഉപയോഗം കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. നേരെ മറിച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു ക്ലാസ് റൂമിൻ്റെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഉപയോഗിക്കുന്ന ആ ഭാഷ കേൾക്കുന്നില്ല. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിക്കും, പക്ഷേ ഹിന്ദി ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോയിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പെടുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. ഗൾഫിലാണെങ്കിൽ ഡൽഹിയിലല്ലേ വരുന്നത്, ഗൾഫിൽ കൂടുതൽ മലയാളമാണ് കേൾക്കുക ഹിന്ദി കേട്ട്. ഇപ്പം ഓക്കെ, 3 ടൈം ബെസ്റ്റ് ആക്ടറാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് സ്റ്റാർ എന്നത്തെ. അത് നാടകമായിരുന്നു, നാടകം. ബോംബെയിൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, പേൾ പദംസി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധപ്പെട്ട ആക്ട്രസ് ഉണ്ടായിരുന്നു, അന്തരിച്ചു പോയി. അവർ എൻ്റെ ആ കാലത്തെ സ്കൂൾ ക്യാമ്പയിൻ സ്കൂൾ ബോംബെയിൽ അവർ ഡ്രാമ ക്ലാസ് തുടങ്ങി. ക്ലാസ് അവേഴ്സ് കഴിഞ്ഞിട്ട് കമ്പൽസറി ആയിരുന്നില്ല, ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ. എൻ്റെ അച്ഛൻ എന്നെ ഉടനെ ആദ്യത്തെ ബാച്ചിൽ എൻറോൾ ചെയ്തു. അപ്പോൾ എനിക്ക് തിയേറ്ററിനുള്ള താല്പര്യം, ആക്ടിങ്ങിനുള്ള താല്പര്യം അപ്പോഴാണ് ശരിക്കും അതിനെ പിന്നെ കാണിക്കാനും ആവർത്തിക്കാനും സാധിച്ചത്. അപ്പോൾ പേൾ പദംസിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു പ്രത്യേകിച്ച് താരങ്ങൾ ആ കാലത്ത്. പക്ഷേ ഞങ്ങളുടെ ഇൻ്റർ ക്ലാസ് കോമ്പറ്റീഷൻസിൽ ഓരോരോ ക്ലാസ്സിന് പറഞ്ഞാൽ 7A 7B 8A 8B 9A 9B എല്ലാവരും ഒരുമിച്ചൊരു ഇൻ്റർ ക്ലാസ് ഡ്രമാറ്റിക് കോമ്പറ്റീഷൻ ഉണ്ടാവും. അങ്ങനെ 4 or 5 ക്ലാസ്സിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ ഞാൻ 3 വർഷം മാത്രമേ മത്സരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ ട്രാൻസ്ഫറായി പോയി കൽക്കട്ടയ്ക്ക്. ഈ 3 വർഷം ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. നേരത്തെ 1 വർഷം പ്രത്യേകിച്ച് ഞങ്ങൾ എതിർ നിൽക്കേണ്ടായിരുന്നത്, അദ്ദേഹം 1-2 തവണ ക്ലാസ് തോറ്റിട്ടാണ് ഞങ്ങളുടെ ഇടയിൽ എത്തിയത്. അത് രാജ് കപൂറിൻ്റെ മകൻ ഋഷി കപൂറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഋഷി കപൂറിനെ തോൽപ്പിച്ച ആളാണ് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പ്രയോൾ പദംസിന് ക്ലാസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആൾക്ക് ക്ലാസ് ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചതായിരിക്കും. സാറിന് ബോളിവുഡിൽ എത്തണമെന്ന് ആഗ്രഹം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് തീരെ തോന്നിയില്ല. പക്ഷേ പിന്നെ കുടുംബക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് തമാശയായിട്ട് പറയും നീ ആക്ടർ ആയിക്കോന്നു. പക്ഷെ ഞാൻ പല കാര്യങ്ങളുണ്ട്. ഞാൻ കോളേജിലൊക്കെ ആക്ടിങ് ചെയ്തു. കോളേജ് വിട്ട് അമേരിക്കയിലും കൂടി ഒരിക്കൽ എന്നെ ഒരുത്തൻ വന്നിട്ട് പിന്നെ CBS ടെലിവിഷൻ ഷോയിൻ്റെ ഒരു സോപ്പ് ഓപ്പറയിൽ പാട്ടല്ല ഓഫർ ചെയ്ത് ഒരു ഓഡിഷൻ എന്നെ ക്ഷണിച്ചു. എന്നെ പാതിയിൽ കണ്ടിട്ട് കാഫറ്റേരിയയിൽ കണ്ടിട്ട് ഞാൻ പോയില്ല, ഞാൻ ഓഡിഷന് പോയില്ല. ഹോളിവുഡിൽ എത്തിയപ്പോൾ ഇതൊക്കെ 50 വർഷം മുമ്പ് കഥയാണ്. സൂപ്പർ. 40 വർഷം. നമ്മൾ കോളേജ് വിട്ട് പോകാനായിട്ടില്ല അമേരിക്കയിലേക്ക്. കോളേജിൽ ഹാർട്ട് ത്രോബ് ആയിരുന്നോ ശശി? അത് എന്നോടാ ചോദിക്കേണ്ടത്. അതൊക്കെ ഞങ്ങളുടെ ഒരു ഓൾ ബോയ്സ് കോളേജായിരുന്നു. ഇപ്പോൾ വേറെ വല്ല കോളേജ് പെൺകുട്ടികളോട് ചോദിച്ചോളൂ. ഡൽഹിയിലെ കോളേജുകളിൽ അല്ല നല്ലോണം അറിയപ്പെട്ടു എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കാരണം ഞാൻ പിന്നെ സ്റ്റുഡൻറ്റ് ലീഡറായിരുന്നു. എൻ്റെ കോളേജിൻ്റെ യൂണിയൻ പ്രസിഡൻ്റായി ജയിച്ചു ഇലക്ഷൻ. അതുപോലെ തന്നെ ഞാൻ ആക്ടറായിരുന്നു, പല വേദിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിബേറ്റിങ്ങിൽ ഞാൻ എല്ലാ ഡിബേറ്റ്സിലും പങ്കെടുക്കുകയും ജയിക്കുകയും ചെയ്യും. ആ കാലത്ത് എന്നെയും കാട്ട് കുറച്ച് വർഷങ്ങൾ മൂക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹം വേറെ കോളേജായിരുന്നു, പക്ഷേ അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുമ്പോൾ ഞാൻ സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു. പെമ്പിള്ളാർ ഫാൻസ് ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ അവരോട് ചോദിച്ചോളും ഉണ്ടായിരുന്നോ ഇല്ലയെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതല്ലേ സാധാരണ ഫസ്റ്റ് ആദ്യത്തെ ക്രഷും അതുപോലെ ആദ്യത്തെ ബ്രേക്കപ്പും ഒക്കെ കോളേജിൽ ഉണ്ടാവുന്നത്. ഹൗ മെനി ക്രഷസ്, ഹൗ മെനി ബ്രേക്കപ്സ്? എൻ്റെ ശരിക്കും ആദ്യത്തെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായത് ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു കുറച്ച് കഴിഞ്ഞു. ഞാൻ 18 വയസ്സിൽ പിന്നെ എൻ്റെ മൂന്നാമത്തെ വർഷത്തിൽ കണ്ട് ഒരുമിച്ച് പിന്നെ കാപ്പി കുടിക്കാൻ പോയാലും പിന്നെ കോളേജിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അല്ല അവര് ഞാൻ ആദ്യം മീറ്റ് ചെയ്ത ഒരു അതും ഡിബേറ്റിലായിരുന്നു. പക്ഷെ അവർ ആ സമയത്ത് കൽക്കട്ടി പഠിക്കായിരുന്നു, ഞാൻ ഡൽഹി. പിന്നെ അവർ MA ചെയ്യാൻ ഡൽഹിക്ക് വന്നപ്പോഴാണ് ഞാൻ അവിടെ കണ്ട് പരിചയപ്പെട്ടത്. ആദ്യം പ്രപ്പോസ് ചെയ്യണതൊക്കെ ആണിന്റെ ഉത്തരവാദിത്തമല്ല. ഒരു പക്ഷേ ഈ കാലത്ത് അതൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ അവിടെയൊക്കെ അതിനെങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 18 വയസ്സ് മുതൽ ആ കുട്ടിക്ക് കുറച്ചും കൂടി മൂക്കും തന്നെ
പക്ഷേ ഞങ്ങൾ ആ സമയത്ത് കാണാൻ തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ അമേരിക്കയിലെ സ്കോളർഷിപ്പ് പഠിക്കാൻ പോകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അമേരിക്കൻ സ്കോളർഷിപ്പ് കിട്ടി വേറെ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ കുറേ 5-6 മണിക്കൂർ പിന്നെ യാത്രയൊക്കെ ചെയ്ത് കണ്ടിട്ടാണ് ആ റിലേഷൻഷിപ്പിനെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത്. അത് കഴിഞ്ഞ് അവസാനത്തിൽ പറഞ്ഞു ഇനി ഇതൊക്കെ ചെയ്യുന്ന പകരം കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കുകയാണ് ഭേദം. അങ്ങനെ 21 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചപ്പോൾ. അതെ. അവിടുന്ന് നമുക്ക് നേരെ അമേരിക്കയിലെ ഫെച്ചർ സ്കൂളിലേക്ക് പോകാം. ഒരു സീനിയർ ആണ്, ഒരു മലയാളിയാണ് ഡോക്ടർ ശശി തരൂർ അമേരിക്കയിൽ എത്താൻ കാരണമായതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്? ഒരു സീനിയർ മലയാളിയാണ് സാറിനോട് പറഞ്ഞത് ഇത് എനിക്ക് കിട്ടില്ല. സെന്റ് സ്റ്റീവൻസ് കോളേജ് രാജൻ മേനൻ എന്ന് പറഞ്ഞിട്ട് ഇനിങ്ങാട് ഒരു വർഷം സീനിയറായ ഒരു പയ്യൻ. ഈ ഫ്ലെച്ചർ സ്കൂൾ ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്ലൈ ചെയ്തു, കിട്ടിയില്ല അഡ്മിഷൻ. അപ്പോൾ കാറ്റലോഗ്, ആ പഴയ കാറ്റലോഗ് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇതിനെ എടുത്തിട്ട് നീ എന്നെ അപ്ലൈ ചെയ്യണം, നമ്മളുടെ ഒരു അഭിമാനമായിരിക്കും ഒരാൾക്ക് ഇവിടെ കിട്ടിയാലെന്ന്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. പക്ഷേ പിന്നെ അദ്ദേഹം ഒരു സീനിയർ പ്രൊഫസറായിട്ടാണ് ഇപ്പോൾ റിട്ടയർ ആയത്. അദ്ദേഹം പിന്നെ അമേരിക്കയിൽ പോയിട്ട് ഒരു റഷ്യൻ എക്സ്പേർട്ടായിട്ട് പഠിച്ചു. പക്ഷേ ഈ ഫ്ലെച്ചർ സ്കൂളിൽ പോയില്ല, വേറെ എവിടെ പോയി പഠിച്ച് PhD ചെയ്ത് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പേരാണ് പ്രൊഫസർ രാജൻ മേനൻ്റെ. പ്രത്യേകിച്ച് റഷ്യൻ വിഷയങ്ങളെക്കുറിച്ചും റഷ്യൻ പോളിസീസും റഷ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വലിയ നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടാണ് ഞാൻ ഫ്ലെച്ചറിൽ അപ്ലൈ ചെയ്തത്. അതിന് പിന്നിൽ ഒരു മലയാളി ഉണ്ടപ്പോൾ രണ്ടിലും മലയാളി കണക്ഷൻ ഉണ്ട്. ശരിയാണ്. ഫ്ലെച്ചർ എന്നാണ് ശരിക്കും പറയാം സാർ? എങ്ങനെയാണ് ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസി? അതൊരു ലോകത്തെ എല്ലാം വെച്ച് പഴക്കമുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് ആണ്. 1933 സ്ഥാപിച്ചതാണ്. ഇപ്പോൾ ഒരു 10-12 വർഷത്തിൽ അതിൻ്റെ സെൻറ്റിനറി കൂടി വരാൻ പോവുകയാണ്. 15 വർഷത്തിൽ നല്ല അവർ ക്ഷണിക്കും എന്നാണ് എൻ്റെ വിചാരം. കാരണം ഞാൻ അവരുടെ ഇപ്പോൾ കൂടി റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന യങ്ങസ്റ്റ് PhD ആണ്. അവർക്ക് അതൊക്കെ ഒരു കാലത്ത് അവരുടെ കാറ്റലോഗിൽ എൻ്റെ പടമൊക്കെ ഇട്ടിട്ട് ഈ കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു 10 വർഷം മുമ്പ്. നമ്മളിവിടെ എൻട്രൻസ് പരീക്ഷയ്ക്ക് റാങ്ക് കേടുമ്പോൾ അത് വെച്ചിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന പോലെ അതുപോലെ നോക്കൂ ഞങ്ങളുടെ ഒരു അലംന ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഇതിൻ്റെയൊക്കെ ഇടയിൽ സാറ് പ്രണയിക്കാൻ സമയം കണ്ടെത്തി. പക്ഷേ നമ്മളപ്പോൾ നേരെ ഒരു അടിപൊളി കോളേജ് ലൈഫിൽ നിന്ന് നേരെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. അപ്പം അമേരിക്കയിൽ പഠിക്കുമ്പോൾ ദുൽഖർ സൽമാൻ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ശശി തരൂർ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. കാരണം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് ട്യൂഷൻ, റൂം ആൻഡ് ബോർഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു വലിയ ഭാഗമാണ് ട്യൂഷൻ, അതിൻ്റെ കോളേജിൻ്റെ ഫീ. അത് നേരിട്ട് അവരെടുക്കും. പിന്നെ ബാക്കിയുള്ളത് പിന്നെ ആ കാലത്തെ ചിലവാണ്. ഇപ്പോൾ ഇതിനൊക്കെ ഒരു 10 ഇരട്ടി ആയിട്ടുണ്ടാകും. പക്ഷേ $1000 പിന്നെ റൂമിനും $1000 ബോർഡിന്. റൂമിന് ഒഴിവാക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ അത് കൊടുത്ത് അവിടെ താമസിച്ചു. ബാക്കി $1000 100% ഭക്ഷണത്തിന് കൊടുത്താൽ പിന്നെ ഒരു പെന്ന് വാങ്ങാനോ ഒരു പുസ്തകം വാങ്ങാനോ ഷേവ് ചെയ്യാനുള്ള ബ്ലേഡ് വാങ്ങാനോ അമ്മയ്ക്ക് എഴുത്തെഴുതുമ്പോൾ ഒരു പോസ്റ്റ് സ്റ്റാമ്പ് ഒട്ടിക്കാനോ ഇതിനൊക്കെ എന്താ വഴി? അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഇപ്പോൾ 3 നേരം കഴിക്കുന്ന പകരം ഒരു നേരം കഴിച്ചാൽ ബാക്കിയുള്ള ചിലവെല്ലാം മറ്റേ പണത്തിൽ നിന്ന് ആക്കാണ്. അപ്പം അങ്ങനെയായിട്ടാണ് ഞാൻ എൻ്റെ ഫ്ലെച്ചർ സമയത്ത് ജീവിച്ചത്. ആദ്യത്തെ വർഷം അങ്ങനെ പോയി. കുറച്ച് കഷ്ടകാലമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഭയങ്കര വിശപ്പ് തോന്നുമ്പോൾ പിന്നെ എന്തായാലും വെജിറ്റേറിയനായിട്ട് അവിടെ ആഹാരം കിട്ടാനും പ്രയാസമാണ്. അപ്പോൾ ഒരു പിസ്സ അല്ലെങ്കിൽ ഒരു സബ്മറീൻ സാൻഡ്വിച്ച് ആയിരുന്നു അവിടുത്തെ. വലിയ ഫില്ലിംഗ് ആയിട്ട് വലിയൊരു ഇങ്ങനെ ഒരു സബ്മറീനെ പോലെ കാണുന്ന വലിയൊരു സാൻഡ്വിച്ചിനെ, ഇപ്പോഴത്തെ സബ്വേ ഒക്കെ പോലെ. അതെ, അതുപോലെ. അതെ ആ കാലത്ത് സബ്വയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സബ്മറീൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഒരു വർഷം മാനേജ് ചെയ്തത്. ഇഡ്ഡലി ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ പഠിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമെന്ന് എനിക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കും. ഇപ്പം മറന്നോ? അല്ല, ഇപ്പം ഞാൻ ചെയ്യും. ഞാൻ അമേരിക്കയിൽ താമസിക്കുമ്പോഴാണ്, ഒരു അഡൽട്ടായിട്ട് താമസിക്കുമ്പോൾ UN ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പഠിച്ചത്. അതെ, ആദ്യം ഞങ്ങൾക്ക് വീട്ടിൽ സഹായിക്കാൻ ഒരാളേക്ക് നിർത്താൻ സഹായിച്ചു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളർന്ന് കോളേജിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അതൊക്കെ നിർത്തി. അപ്പോൾ എനിക്ക് ഇഡ്ഡലി ഇല്ലാണ്ട് ഇരിക്കാൻ വയ്യ. ശനിയോ ഞായറോ രാവിലെ എണീച്ചിട്ട് ഞാനൊരു 88 ഇഡ്ഡലി ഉണ്ടാക്കും. അതിനൊക്കെ ഫ്രീസറിൽ കൊണ്ടുപോയി എന്നിട്ട് എല്ലാ ദിവസവും ഒരു 4 എണ്ണം കഴിക്കും. പിന്നെ അതിനെ ഡീഫ്രീസ് ചെയ്തിട്ട് കഴിക്കും. അതാണ് നമ്മളുടെ രീതി. ഡോക്ടർ ശശി തരൂർ ഉണ്ടാക്കിയ ഇഡ്ഡലിക്ക് എത്ര റേറ്റിംഗ് കൊടുക്കും? നല്ല റേറ്റിംഗ്. ഓ, എൻ്റെ സ്വാദ് പ്രകാരം സൂപ്പർ. 90% സമയം നല്ല റേറ്റിംഗ് ആയിരുന്നു. ചിലപ്പോൾ എല്ലാ ഇഡ്ഡലി ഉണ്ടാക്കുന്നവർ പറയും ചിലപ്പോൾ അത് പോയി റബ്ബർ പോലെ ആവും. അപ്പോൾ 10% റബ്ബറായിരുന്നു. പക്ഷെ ബാക്കി 90% നന്നായി അടിപൊളി. വേറെ ആരെങ്കിലും കഴിച്ചിട്ട് അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ, പക്ഷേ പിച്ചിക്കനായിട്ട് അത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല ഇഡ്ഡലി. സ്വന്തം ഫ്രിഡ്ജ് വെച്ച് സ്വന്തം കഴിച്ചോണ്ട്. അതാണ് സാർ, ഈ വാർ റെസ്ക്യൂ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ സാറിന് എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടോ? പിന്നെ ഡിസ്റ്റർബ്ഡ് ആവാൻ പല കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, യൂഗോസ്ലാവിയയിൽ സിവിൽ വാർ ആരംഭിച്ച സമയത്ത് ഞാനും ഒരു ഫിന്നിഷ് കേരളം കൂടിയിട്ട് ഈ ഫ്രണ്ട് ലൈൻസ് കൂടി
പിന്നെ രണ്ട് സൈഡിലും കാണാൻ പോയി, സംസാരിക്കാൻ പോയി. അപ്പം എനിക്ക് ശരിക്കും യുദ്ധം നടക്കുമ്പോൾ അപ്പോഴും ഞങ്ങൾ ഒരു പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തീരുമാനിക്കാനാണ് പോയത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ കൂടി മറക്കാൻ സാധിക്കാത്തൊരിതാണ് ഒരു ക്രൊയേഷ്യൻ, സെർബോ ക്രൊയേഷ്യൻ വാർ, സെർബിയൻസ് വേഴ്സസ് ക്രൊയേഷ്യൻസ് ഉള്ള യുദ്ധമായിരുന്നു യൂഗോസ്ലാവിയുടെ അകത്ത്. അപ്പോൾ ഒരു ക്രൊയേഷ്യൻ ഫ്രണ്ട് ലൈൻ ഇപ്പോൾ അവിടുത്തെ കമാൻഡർ ഒരു ഫോട്ടോ കാണിച്ചെന്ന്, ഒരു വരിയായിട്ടൊരു 8-10 ചെറിയ കുഞ്ഞുങ്ങൾ, 1-2 വയസ്സായ കുട്ടികളെ കൊന്നിട്ട് അവർ കഴുത്തൊക്കെ വെട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. ഈ സെർബിയന്മാർ എന്തൊക്കെയാണ് ഞങ്ങളെ ചെയ്തിരിക്കുന്നത്, ഞങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്തു പറഞ്ഞ് കാണിച്ചത്, ഈ പടം കാണിച്ചു തന്നു. ഇവരെല്ലാം കണ്ട് കുറേ സംസാരിച്ച് ചർച്ചയൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം ജീപ്പ് എടുത്തിട്ട് വീണ്ടും ഫ്രണ്ട് ലൈൻ മറ്റേ സൈഡിലേക്ക് പോയി. എന്നിട്ട് അടുത്ത രാത്രി അവിടെ കിടന്ന് അടുത്ത രാവിലെ അവിടുത്തെ സെർബിയൻ സൈഡിന് ജനറലെ കണ്ടു. ആദ്യം ആ ഒരേ ഫോട്ടോ കാണിച്ചത് ഒരേ വാചകം പറഞ്ഞു, ഈ ക്രൊയേഷ്യൻസ് എന്താണ് ഞങ്ങളുടെ കുട്ടികളെ ചെയ്യുന്നത് കണ്ടു എന്ന് പറയുകയാണ്. എനിക്കത് കണ്ടപ്പോൾ ഒരു ദുഃഖവും തോന്നി, ഒരു സങ്കടം. പറയും ശരിക്കും ഈ രണ്ടുപേരും ഒരേ കൂട്ടരാണ്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ തന്നെ ഈ രണ്ടുപേര് അവരുടെ സ്വന്തം കുട്ടികളെ കണ്ട ആരാണ് സെർബിയൻ ആരാണ് ക്രൊയേഷ്യ എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പിന്നെ ഒരേ രക്തം, ഒരേ തോല്, ഒരേ പിന്നെ എത്നിസിറ്റി ആയ കുട്ടികളെ അവർക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കുക. ഒരേ ഫോട്ടോ എടുത്ത് ഒരേ ഫോട്ടോ, ഒരേ കുട്ടികൾ, ആ ഫോട്ടോ എടുത്ത് രണ്ടുപേരും ഞങ്ങളുടെ കുട്ടികളെ മറ്റേവർ കൊന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ, മനുഷ്യന്മാരുടെ ഈ പിന്നെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പിന്നെ ഹത്യ ചെയ്യുന്നത് ശരിക്കും നമ്മളുടെ ഒരു കലക്റ്റീവ് ആത്മഹത്യ പോലെ തോന്നി എനിക്ക്. അതൊക്കെ ഇങ്ങനെയുള്ള പല ഡിസ്റ്റർബിങ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ എങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകും? യുദ്ധം നിർത്തി വെക്കും? ബുദ്ധിമുട്ടാണ്. യുദ്ധം നിർത്താൻ അവർക്ക് ഒരു താല്പര്യമില്ല. അവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മൈൻ ഫീൽഡിൽ ഒരു പക്ഷേ പിന്നെ ഒരു സെക്കൻഡ് ഒരാൾ നിലപിടിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു മൈനിൽ കാല് വെച്ചത്, അല്ലെങ്കിൽ വേറെ സമയത്ത് സാരയേവോ എയർപോർട്ടിൽ യുദ്ധ സമയത്ത് ഇറങ്ങുമ്പോൾ പലതവണ സ്നൈപ്പിംഗ്. ബിക്കോസ് സാരയേവോ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന രണ്ട് ഭാഗത്തും ചെറിയ മലകളാണ്. അപ്പം മലകളുടെ മുകളിലാണ് ആൾക്കാർ ഇരുന്നിട്ട് സ്നൈപ്പിംഗ് ചെയ്യണത്. അപ്പോൾ പ്ലെയിൻ വന്നാൽ ചിലപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആ എയർപോർട്ട് UN-കാർ ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ സമയത്ത് മറ്റേ സൈഡിന് ഇഷ്ടപ്പെടില്ലായിരിക്കും. കാരണം അവരുടെ വിചാരം നമ്മൾ കൊണ്ടുവരുന്ന സഹായം അവരുടെ താല്പര്യത്തിലല്ല. അപ്പോൾ ആ സ്ഥിതിയിൽ അവരും ഇഷ്ടംപോലെ വെടിവെക്കും. അപ്പോൾ ഈ ഫ്ലാക്ക് ജാക്കറ്റും ഹെൽമെറ്റും കിട്ടിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷേ അവരെന്ത് ചെയ്ത്, ഞങ്ങളുടെ UN-കാർ ഒരു ആമേർഡ് ട്രക്ക് പറഞ്ഞ ഒരു ലോറിയിൽ ശരിക്കും സ്റ്റീൽ പ്ലേറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ട് ടെർമിനൽ വരെ നടക്കണമല്ലോ, ആ സമയത്ത് പാരലായിട്ട് മലയും എയർപോർട്ടിൻ്റെ ഇടയിൽ ട്രക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബുള്ളറ്റ് വന്നാൽ കൂടി ആ ആമേർഡ് ട്രക്കിൻ്റെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് കൊള്ളുള്ളൂ. അങ്ങനെയൊക്കെ ബുള്ളറ്റ് വന്നിട്ട് പിന്നെ ഈ ട്രക്കിൽ 2 പ്രാവശ്യം കൊണ്ടിട്ട് വെടിയുണ്ടകൾക്കിടയിലൂടെയാണ് സത്യം പറഞ്ഞ പീസ് കീപ്പിംഗ് പോയിട്ടുള്ളത്. അതെ. അപ്പോൾ ഇന്റർനാഷണൽ ഈ പീസ് കീപ്പിംഗ് ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുകയാണ്. അത് അങ്ങനെ തീരുമാനം ഉണ്ടാവാൻ കാരണം എന്തായിരുന്നു? ഇവിടെ വേറെ വിധത്തിൽ സ്നൈപ്പിംഗ് കൂടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല, അതായിരിക്കും. പക്ഷെ അല്ല, ഞാൻ പിന്നെ ഐക്യരാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമല്ലോ. അപ്പോൾ ഞാനായിരുന്നു ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥി. ഞങ്ങൾ മത്സരിച്ചു, 2 വോട്ട് കുറഞ്ഞു. ആദ്യത്തെ 1 അമേരിക്കൻ വീറ്റോ ആയിരുന്നു. അതോടെ നമ്മളുടെ കാലം കഴിഞ്ഞു. അപ്പം ഞാൻ രാജിവെച്ചു. ബാൻ കി മൂൺ വലിയ മര്യാദയോടെ നിങ്ങൾ താമസിച്ചോളൂ, UN-ൽ തന്നെ ഇരുന്നോളൂ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വായ പൊടിച്ചാൽ കൂടി ആൾക്കാർ പറയും ഇയാൾ പിന്നെ തോറ്റിട്ടും കൂടി മറ്റേ ആൾ കുറ്റം പറയുന്നു, അങ്ങനെ വലുതും. അല്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഇങ്ങനൊരാൾ വരായിരുന്നു എന്നും കൂടി സംസാരം ഉണ്ടാകാൻ സാധിക്കും. ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഞാൻ സ്ഥലം വിട്ടു പോകും. ഞാൻ രാജിവെച്ച് വന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്നെ സംസാരിച്ചു, എന്നെപ്പം കണ്ടു, അവനെ നല്ല മര്യാദയോടെ പെരുമാറി. എല്ലാവർക്കും ആ കാലത്ത് എന്നെ ഒരു ഭാരതീയരായിട്ട് കണ്ടുള്ളൂ, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടില്ല. പക്ഷെ എല്ലാവരും എന്നെ രാഷ്ട്രീയക്കാരനാക്കാൻ ശ്രമിച്ചു. ഈ ലോകം എൻ്റെ അനുഭവത്തിനെക്കാട്ട് വലിയ വ്യത്യാസമുള്ളൊരു ലോകമാണെന്ന് മാത്രമല്ല, വലിയ പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ശേഷം. ഞാൻ എടുത്തെടുപ്പിയ രാഷ്ട്രീയത്തിൽ വന്നില്ല. ഞാൻ ആക്ച്വലി ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ട് അങ്ങനെയുള്ള കണക്ഷൻസൊക്കെ ഞാൻ ചില അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രസിഡൻസിനെ മൻമോഹൻ സിംഗിനെ കാണാൻ കൊണ്ടുപോയി, ചില ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ പിന്നെ അച്യുതാനനെ കാണാൻ കൊണ്ടുപോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എലമരം കറിവിന് വേണ്ടി ഞാൻ ന്യൂയോർക്കിൽ ഡിന്നർ ഹോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ മരുനാട് മലയാളികൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല, അവരൊക്കെ ക്ഷണിച്ചിട്ട് ഡിന്നർ വെച്ചിട്ട് അവരോടൊന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറിച്ച് ആലോചിക്കുമ്പോൾ പക്ഷേ ആരും ചെയ്തില്ല. എല്ലാവർക്കും ഒരു വിശ്വാസക്കുറവായിരുന്നു. നമ്മൾ കേരളത്തിൽ പണം കൊണ്ട് കിട്ടാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുമോ, അതോ ചുവന്നക്കൊടിക്കാർ വന്നിട്ട് അതിനെ കുളവാക്കുമോ, അങ്ങനെ ഒരു ഭയം പലവർക്കും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഒരു പാർട്ടിയുടെ ആളായി കഴിഞ്ഞാൽ മറ്റേ പാർട്ടീസിൽ നമ്മൾ ശത്രുവായി. ഇപ്പോൾ നമ്മുടെ സ്വന്തം പാർട്ടിയുടെ അകത്തും ശത്രുത്വം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ നമ്മളുടെ രാഷ്ട്രീയം ഇനി മടുത്തു എന്ന് പറയാനും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ജനാധിപത്യത്തിനകത്ത്
ശരിക്ക് നമ്മളുടെ രാജ്യത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിനെക്കാട്ടൊരു നല്ല വഴിയില്ല. കാരണം രാഷ്ട്രീയമാണ് നമ്മളുടെ സർക്കാർ ആരാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവർ എന്ത് നയമങ്ങൾ കൊണ്ടും എന്ത് നിയമങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ഭരിക്കാൻ പോകുന്നത്, നമ്മൾക്ക് എന്ത് അവസരങ്ങൾ ഉണ്ടാവും, നമ്മൾ എത്ര ടാക്സ് കൊടുക്കും, ആ ടാക്സിനെ എങ്ങനെ ചിലവാക്കും, എങ്ങനെ ഉപയോഗിക്കും, അഥവാ നമ്മുടെ രാജ്യത്ത് യുദ്ധത്തിൽ പോകുമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം സമാധാനത്തിരിക്കുമോ, നമ്മളുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാവുമോ, ഇല്ലാവില്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയം വഴിക്കാണ് തീരുമാനിക്കണം. ഞാൻ മിണ്ടാണ്ട് ആർട്ടിക്കിൾ എഴുതുക പ്രസംഗിക്കാനോ അത് രണ്ടും സാധിക്കും. എനിക്ക് അത് നാളെയും ചെയ്യാം, ഇന്നലെയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് എനിക്ക് തന്നെ ഈ തീരുമാനമെടുക്കുന്നതിൽ ഒരു പങ്കെടുക്കാനൊരു ഭാഗ്യമുണ്ട്, ഒരു അവസരമുണ്ട്. അതിനെ ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുമാത്രമല്ല എൻ്റെ മൂല്യങ്ങൾ പിന്നെ പണ്ട് കാലത്ത് ഞാൻ എഴുതി വായിച്ച് പഠിച്ച മൂല്യങ്ങളാണ്. നമ്മളുടെ സ്വതന്ത്ര സംഘർഷം മുതൽക്ക് തന്നെ ഭാരതം എല്ലാവരെയും ഒരു രാജ്യമായി കണ്ടിട്ടാണ് ഞാൻ വളർന്നിരിക്കുന്നത്. അതിനെ മതേതരം നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ സെക്യുലറിസം എന്ന വാക്ക് അത്ര ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പ്ലൂറലിസമാണ് പറയുന്നത്. പ്ലൂറലിസം പറഞ്ഞാൽ എല്ലാ വിധത്തിൻ്റെ പിന്നെ ഭാഷ, നിറം, ജാതി, മതം അതെല്ലാം ഒരുമിച്ച് പഴക്കട്ടെ നമ്മുടെ രാജ്യത്തിൽ. അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ മൂല്യങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും എൻ്റെ രാഷ്ട്രീയം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ ശശി തരൂർ പാർട്ടി മാറാൻ പോവാണെന്ന് പറയുന്ന കമന്റിനോട് സാറിന്റെ റിപ്ലൈ എന്തായിരിക്കും? പറയുന്നവരോട് എൻ്റെ എഴുതിയതൊന്ന് വായിക്കാൻ പറയും. ഞാനൊരു 35 വർഷത്തിൽ എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ മൂല്യങ്ങളെയും കുറിച്ചൊക്കെ ഞാൻ എത്ര ക്ലിയറായി എഴുതിയിട്ടുണ്ട്, സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു വ്യക്തി വെറുതെ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടി മാറുമെന്ന് വിചാരിക്കുന്നത് അത് ശരിക്കൊരു ബുദ്ധി കുറവാണ്. ഞാൻ എൻ്റെ രാജ്യത്തിനെ, എൻ്റെ ഭാരതത്തിനെ നന്നായി ചെയ്യണമെന്ന് കാണണം. എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ എൻ്റെ ഇൻറ്റഗ്രിറ്റി ഈസ് നോട്ട് ഫോർ സെയിൽ. സൂപ്പർ സർ. ലണ്ടനിൽ പോയി സായിപ്പിനെ ഇംഗ്ലീഷ് പറഞ്ഞ് തോപ്പിച്ച ആളാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഓക്സ്ഫോർഡ് യൂണിയൻ ഡിബേറ്റിനൊക്കെ ശേഷം ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ 100 കൊല്ലം നിന്ന് കോളനൈസ് ചെയ്തതിന് അറ്റ്ലീസ്റ്റ് ഒരു അപ്പോളജി എങ്കിലും പറയണമെന്ന് സാറ് വാദിച്ചപ്പം, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലും UK യിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ബ്രിട്ടീഷ് സിറ്റിസൺ വന്നിട്ട് വി ആർ സോറി സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്? എത്ര തവണ ഇപ്പോൾ ഞാൻ എവിടെ വിദേശത്തിൽ പ്രസംഗിച്ചാലും ഏതെങ്കിലും ആ ക്രൗഡിൽ ഒരു ഇംഗ്ലീഷുകാരിയോ വന്നിട്ട് എനിക്ക് എന്നോട് പറയും, അല്ലെങ്കിൽ എഴുതും. ഇന്നാൾ ഇപ്പം ഞാനൊരു 2-3 ആഴ്ച മുമ്പ് ടൊറോണ്ടോയിലത്തെ ഒരു ചടങ്ങിന് കാനഡയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷുകാരി വന്നിട്ട് ഐ എം സോ അഷെയിംഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള സംസാരം എല്ലാ തവണയും കേൾക്കും. ബ്രിട്ടൻ്റെ അകത്തും ഇങ്ങനെ ഒരു സംസാരം കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സംസാരത്തിന് കാരണം സാറിന്റെ സംസാരമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയും കൂടി എൻ്റെ നിർബന്ധത്തോടെ അവസാനത്തിൽ ഒരു വാക്കില്ല, അപ്പോളജി എന്നായിട്ട് പറഞ്ഞില്ല, റിഗ്രറ്റ് എന്ന് പറഞ്ഞു. ഒരു സാധാരണ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിന്റെ വൊക്കാബുലറി 20,000 വാക്കാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ ശശി തരൂരിന്റെ വൊക്കാബുലറി എത്ര വാക്കായിരിക്കും? അയ്യോ, ഞാൻ എണ്ണി നോക്കിയില്ല. നോക്കൂ, ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ ഡിക്ഷണറി പഠിക്കാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ ഭാഷ മനസ്സിലാക്കുന്നത് വായനയെ കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ വായിച്ചിട്ട് ഒരു വാക്കിനെ നമ്മൾ വീണ്ടും കണ്ടാൽ, ഒരേ ഒരു വാക്കിനെ 3 സ്ഥലത്ത് കണ്ടിട്ട് 3 വാചകത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ വാക്കുകൾ മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ സ്പെല്ലിങ്ങോ എൻ്റെ ഗ്രാമറോ എൻ്റെ വൊക്കാബുലറി ഒക്കെ ഞാൻ പഠിച്ചിട്ട് മനസ്സിലാക്കിയത് വായന വഴിക്ക് എനിക്ക് കിട്ടിയതാണ്. എന്തെങ്കിലും സ്പെല്ലിങ്ങിൽ സംശയം തോന്നിയിട്ടുണ്ടോ? വെരി റയർലി. കാരണം ഒരു വാക്കിനെ നമ്മൾ പലതവണ വായിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധിക്കുന്നത് ഈ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് അമേരിക്കൻ സ്പെല്ലിംഗ് ആണ്. കാരണം അമേരിക്കൻകാർ ഭാഷ സിംപ്ലിഫൈ ചെയ്യാനുള്ള ശ്രമത്തിൽ പല സ്പെല്ലിങ്സിനെ മാറ്റി. അതൊക്കെ നമ്മുടെ മലയാളികൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയിലെ പല പബ്ലിഷേഴ്സിനും കൂടി കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാ വാക്കിനും പറഞ്ഞാൽ സിമ്പിൾ ഉദാഹരണം തരാണ് കളർ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ COLOUR ആണ്, ലേബർ LABOUR ആണ്. അമേരിക്കയിൽ ആ യു ഇല്ല, അവരുടെ ആവശ്യമില്ല, OR മതി എന്നാണ്. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ഒപ്പം ഓഫീസിൽ പ്രവർത്തിക്കുന്ന നല്ല പഠിപ്പും അറിവുള്ള പിള്ളേരാണ്. പക്ഷേ അവർ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ് എന്ന് പറഞ്ഞൊരു വാചകം, അത് സാധാരണ എഴുത്തുന്ന ആൾക്കാർ ഗുഡ് ലക്ക് പറയാൻ വേണ്ടി എഴുതുന്ന ഒരു വാചകമാണ്. ആ എൻഡേവേഴ്സിനെ അവർ എപ്പോഴും യു വിടും. ബിക്കോസ് അവർ അമേരിക്കൻ പുസ്തകങ്ങൾ വായിച്ചിട്ടായിരിക്കും അവർ പഠിച്ചത് VORS എന്ന്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലത്ത് കമ്പ്യൂട്ടറിൽ സ്പെൽ ചെക്ക് ഉണ്ടല്ലോ, ഈ അമേരിക്കൻ സ്പെൽ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും എഴുതിയത് കൂടി അമേരിക്കൻകാർ കറക്റ്റ് തെറ്റിക്കും. ഓക്കെ, സാറ് പറഞ്ഞിട്ട് സാറിൻ്റെ ട്വീറ്റ് ചെയ്യുന്ന ഒരുപാട് ടഫ് ഇംഗ്ലീഷ് വാക്കുകൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. സാറിന് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള മലയാളം വാക്ക് ഏതായിരിക്കും? എനിക്ക് ശരിക്ക് മലയാളത്തിൽ ഞാൻ എന്തായാലും വലിയ സാഹിത്യകാരനൊന്നും അല്ലല്ലോ മലയാളത്തിൽ. അപ്പോൾ ഞാൻ മലയാളമൊന്നും സംസാരിക്കില്ല. ചിലപ്പോൾ ഒരു സിമ്പിൾ കൺഫ്യൂഷൻ വരുന്നത് അഭിവാദ്യവും അഭിനന്ദവും.
അഭിവാദ്യം അഭിനന്ദനം. പറഞ്ഞാൽ ഏത് ഒന്ന് സല്യൂട്ടാണ്, ഒന്ന് കൺഗ്രാജുലേഷൻസ് ആണ്. പക്ഷേ രണ്ടും കൂടി ഇന്റർചേഞ്ചബിൾ തന്നെ ഉപയോഗിക്കും. അപ്പൊ ഏതാണെന്ന് ശരിക്കും പറയാം. മാറി ഉപയോഗിച്ചിട്ടുണ്ടോ? ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് സാർ. ഇതുവരെ പോകാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? പല ഭാഗത്ത് പോയി. നമ്മുടെ ലോകത്തില് 193 രാജ്യങ്ങൾ ഐക്യരാജ്യസഭയിൽ അംഗങ്ങളാണ്. പിന്നെ ഒരു 7-8 രാജ്യങ്ങൾ ഐക്യരാജ്യസഭയിൽ അഡ്മിഷൻ കിട്ടാതെ പക്ഷേ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിൽ 200 രാജ്യങ്ങളാണ്, UN-ൽ 193 രാജ്യങ്ങളാണ്. ഞാനൊരു കഷ്ടിച്ച് 100 പോയിട്ടുണ്ടാവുള്ളൂ. ആണല്ലേ? പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതേതായിരിക്കും? പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എനിക്ക് ശരിക്കും കൂടുതൽ എനിക്ക് ഭാരതത്തിനകത്ത് ചില കാണാത്തതാണ് എനിക്കൊരു ഒരു വിഷമം തോന്നുന്നത്. അതേതായിരിക്കും? പറഞ്ഞാൽ നമ്മളുടെ ഈ ഹംപിയില്ലേ, വിജയനഗറിന്റെ, പോയിട്ടില്ല. ഒരിക്കലും പോയിട്ടില്ല. വലിയൊരു നഷ്ടമാണ്. എനിക്കത് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഹംപിയാണ് ഡ്രീം പ്ലേസ് റൈറ്റ് നൗ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഹംപി പോയി കാണാൻ എനിക്ക് വലിയ, അതോ പലരും പിന്നെ പറയുന്നതൊക്കെ പൊളിഞ്ഞ് കേട് വരുന്നുണ്ട്. അപ്പൊ വേഗം പോയി കണ്ടോളൂ എന്നാണ് ആൾക്കാർ പൊളിയുന്നതിന് മുമ്പ്. Star Jam, Rafi's Rapid Fire. Turn Kanakan Fun. നമ്മൾ ഇമാജിനറി സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോഴാണ് ഫ്യൂച്ചറിൽ നടന്നേക്കാവുന്ന ഒരുപക്ഷെ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പം സാർ അത് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നതെന്ന് പറയണം. ഞാൻ BCCI പ്രസിഡന്റ് ആയാൽ സെലക്ഷനിൽ ഇന്റർഫിയർ ചെയ്യും. ആണോ? ആരായിരിക്കും ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യുക? സഞ്ജു സാംസൺ, നമ്മൾ തിരുവനന്തപുരത്തിന്റെ സ്വന്തം മകനെ ഇന്ത്യൻ ടീമിൽ കയറ്റണമെന്നാണ് നമ്മുടെ ആവശ്യം. പൊളിച്ച്. ബാറ്റിംഗ് ഓർ ബോളിംഗ്? ഞാനോ? രണ്ടും. ഞാൻ ഓൾറൗണ്ടർ ആയിരുന്നു. കോഹ്ലി ഓർ ധോണി? കോഹ്ലി. ആണോ? അല്ല, ഞാൻ എന്താ പറയാ, പിന്നെ ധോണിക്ക് ഭയങ്കര നല്ല കഴിവും ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും പിന്നെ കോഹ്ലിയുടെ ആ ഇന്റൻസിറ്റി എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? എന്ത് ചെയ്യണമെങ്കിലും അയാൾ ഭയങ്കര ഇൻറ്റൻസാണ്. ഫീൽഡിങ്ങോ ക്യാപ്റ്റൻസിയോ എന്ത് തീരുമാനത്തിലും അയാൾ ഒരു കാലത്ത് മഹാമോശം സ്ലിപ്പ് ഫീൽഡറായിരുന്നു. അയാൾ കയ്യിൽ നിന്ന് എല്ലാ സ്ലിപ്പ് ക്യാച്ചും വീഴുമായിരുന്നു. അയാൾ എന്തൊരു പിന്നെ ആത്മാർത്ഥയോടെ ഡിറ്റർമിനേഷനോടെ അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ സ്ലിപ്പിൽ ഫസ്റ്റ് ക്ലാസ് ഫീൽഡറായി മാറി വന്നു. അപ്പം അങ്ങനെ ഒരാളെ കാണുമ്പോൾ എനിക്ക് വലിയൊരു അഡ്മിറേഷൻ ഉണ്ട്. ധോണി റിട്ടയർ ചെയ്യണമെന്ന് പറയുന്നതിനോട് സാറിന്റെ കമന്റ് ആദ്യം തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. അത് എപ്പോഴും എനിക്ക് തോന്നുന്നു ഗാവസ്കർ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടം തോന്നി. ആ സമയത്ത് അയാൾക്ക് മിനിമം 1-2 വർഷം കളിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അദ്ദേഹം തന്നെ തീരുമാനിച്ചു, ഞാൻ എന്താണ് പിന്നെ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം. അങ്ങനെ ഒരു കളിയിലാണ് അദ്ദേഹം ഇറങ്ങിയത്. ധോണിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കും. ഞാൻ പ്രധാനമന്ത്രിയായാൽ അതാണ് നമ്മുടെ അടുത്ത ഇമാജിനറി. അതെ, സ്വപ്നം കാണാൻ നിർത്തണം എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും മൈൻഡിൽ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ആരാണ് ഏത് പ്രൊഫഷനിലും എല്ലാം വെച്ച് ആദ്യത്തെ സ്ഥാനം വരെ എത്താൻ ആഗ്രഹിക്കാത്തത്? പക്ഷേ അത് റിയലിസ്റ്റിക് പാത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചൊരു സമയം കളയണ്ട. എന്റെ ജീവിതം സിനിമ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിനിമയുടെ പേര്? ടു ബി കണ്ടിന്യൂഡ് എന്നായിരിക്കും അവസാനത്ത് വരേണ്ടത്. നമ്മൾ അത്ര വേഗം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ വർഷം എനിക്കൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ പറയും, എന്താ എൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും എഴുതാനുണ്ട്. ഒരു പുസ്തകം, എൻ്റെ ഒരു റൈറ്ററായിട്ടാണ് എനിക്ക് ഈ ക്രോസ്വേഡ് ബുക്സുകാർ എനിക്ക് ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തന്നത്. അതുപോലെ എന്താ ഞാൻ പറയുക, പിന്നെ ഒരിക്കൽ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ജീവിതത്തിൽ പിന്നെ ഒരു വ്യക്തിയുടെ അകത്തൊരു 2 ജീവിതം പറഞ്ഞ ദ മാൻ വിത്ത് 2 ഹോറോസ്കോപ്സ് ആണ് ഒരു ടൈറ്റിൽ വിചാരിച്ചു. കാരണം ഞാൻ ലണ്ടനിൽ ജനിച്ചപ്പോൾ അവിടെ ഒരു ഹോറോസ്കോപ്പ് കാസ്റ്റ് ചെയ്തു. പിന്നെ അച്ഛനമ്മ അറിയുന്ന ഇവിടെ ജ്യോതിഷന്റെ 1956 കഥയാണ്. ഈ 2 ഹോറോസ്കോപ്പിൽ ഒരു യോജിപ്പില്ല. പിന്നെ എല്ലാറ്റിലും വ്യത്യാസം. അപ്പോൾ പിന്നെ എനിക്ക് 2 ഡെസ്റ്റിനി ആണ് ഉണ്ടായത്. ഞാൻ 2ഉം ജീവിക്കുന്നു. ഒന്നൊരു എഴുത്തുകാരനായിട്ടും ഒരു രാഷ്ട്രീയക്കാരനും അതിന് മുമ്പ് ഐക്യരാജ്യസഭയിലത്തെ ഒരു പബ്ലിക് ഒഫീഷ്യലായിട്ട് ജീവിക്കുന്നു. സൂപ്പർ. അതായിരിക്കും നമ്മുടെ ടൈറ്റിൽ. അതായിരിക്കും. അപ്പൊ ഈ സിനിമ ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കോ, ഓസ്കാറിലേക്ക് പോകുന്ന മൂവി ആയിരിക്കോ, അതോ 100 crore ക്ലബിലെത്തോ? അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് പിന്നെ ഒരു ട്രാജഡി ആവാതിരുന്നാൽ മതി. എല്ലാം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ടൈറ്റിൽ അപ്പൊ ആലോചിച്ച് വെച്ചിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ. അത് ഞാൻ എപ്പോഴാണ് ഓർത്തത്. അല്ല, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുന്നത്. അപ്പം ഓൺ സ്ക്രീനിൽ ആരായിരിക്കണം ഡോക്ടർ ശശി തരൂർ? അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഒരു 10-30 വർഷം മുമ്പ് ഹിന്ദിയിൽ ഒരു ചെറിയൊരു ആക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ മുഖമായിരുന്നു അദ്ദേഹത്തിന്റെ. ശരിക്കും എന്റെ അച്ഛൻ മലയാളി വഴി തെറ്റോന്നൊരു സംശയം കൂടെ. അത്രത്തോളം എന്റെ മുഖമായിരുന്നു. ചന്ദ്രചൂർ സിംഗ് എന്ന് പറഞ്ഞിട്ട്, ഗുൽസാറിന്റെ മാച്ചിസ് എന്ന് പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ആരും ആദ്യത്തെ കേട്ടിട്ടേ ഇല്ല. എന്താ ചെയ്യണം, ആക്ടിങ്ങേ വിട്ടു തോന്നുന്നു. കാരണം അത് 30 വർഷത്തിലെ ഒരു സിനിമയിൽ വന്നിട്ടില്ല. 1984-85 ഗുൽസാറിന്റെ സിനിമ മാച്ചിസിലത്തെ ഹീറോ ആയിരുന്നു. അങ്ങനെ അയാളെ 25 വയസ്സിൽ
എൻ്റെ 25 വയസ്സിന്റെ മുഖമായിരുന്നു അദ്ദേഹത്തിന്. ഓക്കെ, സൂപ്പർ. ഞങ്ങൾ ഷാറുഖ് ഖാനെ വിചാരിച്ചേ, അയ്യോ. മുടിയൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഞാൻ ഇനി കുറച്ച് പേരുകൾ പറയും. ഡോക്ടർ ശശി തരൂരും ഇവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. പേരുകൾ ഞാൻ പറയാം. ഒന്ന് സോണിയാഗാന്ധി, നരേന്ദ്രമോദി, വാജ്പേയി, പിണറായി വിജയൻ, മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി, AK ആന്റണി. എന്താ ഇത് രാഷ്ട്രീയക്കാരോട് ഇങ്ങനെയൊക്കെ ചോദിക്കും? അല്ല, നാച്ചുറലി എന്റെ പാർട്ടിക്കാരെല്ലാം ഞാൻ ആദ്യം പറയാം. ആയിക്കോട്ടെ, അതൊക്കെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ. AK ആന്റണി, പിന്നെ വേറെ ആരൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ഫുള്ള് നമ്മുടെ പാർട്ടിക്കാരല്ലേ. പക്ഷെ വാജ്പേയി ഒക്കെ ഭയങ്കര വാജ്പേയിയുടെ ഒപ്പം. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ കുറച്ച് കൂടുതൽ. അദ്ദേഹത്തെ കാണുമ്പോഴേ ഞാൻ അദ്ദേഹത്തിന്റെ അവസാനത്തെ 10 വർഷമൊക്കെ നന്നായി അറിഞ്ഞിട്ടുള്ളൂ. പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും പിന്നെ പ്രൈം മിനിസ്റ്റർ ആയി നിന്ന ഉടനെയും അങ്ങനെയുള്ള കാലത്താണ് അറിഞ്ഞത്. ഈ ലിസ്റ്റിൽ ലാസ്റ്റ് ആരായിരിക്കും? ഈ ലിസ്റ്റ് ലാസ്റ്റ് പിന്നെ നരേന്ദ്രമോദി എന്നെ പറയണം. നിങ്ങളൊരു 5 ക്രിക്കറ്റർമാരുടെ പേര് പറയായിരിക്കും വേദം. അവരെ അറേഞ്ച് ചെയ്യാനല്ലേ? ശരി സാറിന് ഞാൻ ക്രിക്കറ്റ് വേണ്ട, ഒരു വേറെ സംഭവങ്ങളുടെ കാര്യം പറയാം. അപ്പം ചില സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലെ. അപ്പോൾ സാറിന്റെ മനസ്സിലേക്ക് വരുന്ന സംഭവം ഇംഗ്ലീഷിൽ സാർ പറയണം. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് ചോദിക്കും. പാലാരിവട്ടം പാലം എന്ന് കേൾക്കുമ്പോൾ സാറിന് എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ബ്രിഡ്ജ് ദാറ്റ് നീഡ്സ് റിപ്പയർ. ഓക്കെ, സൂപ്പർ. മരട് ഫ്ലാറ്റ് പൊളിക്കൽ. An absurd decision that is environmentally damaging and that does no good to anybody. സാർ ഇതിനോട് യോജിക്കുന്നില്ല? തീരെയില്ല. കാരണം ഈ ബിൽഡിങ്സിനൊക്കെ പൊളിക്കുമ്പോൾ എന്തായിരിക്കും പരിസ്ഥിതിക്ക് ബാധിക്കാൻ പോകണമെന്ന് അറിയോ? 50 ടണ്ണൊക്കെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ പിന്നെ ജനങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നത്. ചുറ്റും ഇരിക്കുന്ന 5 കിലോമീറ്റർ ആൾക്കാർ, പിന്നെ 1/2 കിലോമീറ്ററിന് ആൾക്കാർ വീട് വിടേണ്ടി വരും. അത്ര മോശമായിരിക്കും സ്ഥിതി. എന്നിട്ട് അവിടെ തന്നെ വീട് കെട്ടാൻ വീണ്ടും അവകാശമുണ്ട്. അപ്പോൾ ഇത് അർത്ഥമില്ലാത്ത തീരുമാനമാണ്. അഥവാ ജഡ്ജിന് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ആ ബിൽഡർമാരെ പണിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഈ അപ്രൂവൽ കൊടുത്തവരെ പണിഷ് ചെയ്യുക, കള്ളത്തരം ചെയ്തവരെ എന്തായാലും പണിഷ് ചെയ്യണം. പക്ഷേ ഇന്നസെൻ്റ് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ പണിഷ് ചെയ്യുന്നത് വലിയൊരു അന്യായമാണ് എൻ്റെ അഭിപ്രായത്തിൽ. പലവരും സാധാരണ മലയാളികൾ എനിക്ക് ഇമെയിലും മെസ്സേജും ട്വീറ്റ്സും എഴുത്തും എഴുതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ന്യായത്തിന് വേണ്ടി നിൽക്കണമെന്ന്. ഞാനും നിങ്ങൾ നിന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻ ഞാൻ പിന്നെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു ബിൽഡേഴ്സ് ഓർഗനൈസേഷൻ്റെ അദ്ദേഹത്തിൻ്റെ ഹെഡ്, ആ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഒരു ഗുജറാത്തി ആണ്. അയാൾക്ക് നമ്മളുടെ ഇപ്പോഴത്തെ നേതാക്കളൊക്കെ നല്ലപോലെ അറിയും. അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു, ഇതൊരു അന്യായം നിങ്ങളുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്, ഒന്നും ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞു. അയാൾ ഇടപെടാമെന്ന് വാക്ക് തന്നു. ചില നേതാക്കളെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രീം കോടതി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ മുകളിൽ ഒന്നും ഇല്ല എന്നാണ് ഒരു ഭയം. അപ്പം നിയമം മനുഷ്യന് വേണ്ടിയാണോ, മനുഷ്യൻ നിയമത്തിന് വേണ്ടി? അതന്നെ പ്രശ്നം. നിയമം മനുഷ്യന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിക്കില്ലേ? അതുമാത്രമല്ല, പരിസ്ഥിതിയെ ബാധിക്കണത് നന്നല്ല, ഞാൻ തന്നെ സമ്മതിച്ചു. പക്ഷെ അഥവാ ഈ ഭൂമിയിൽ ഇപ്പോൾ പരിസ്ഥിതി നിയമപ്രകാരം ബിൽഡിംഗ് കെട്ടാൻ അവകാശമുണ്ടെങ്കിൽ പിന്നെ കെട്ടിയ ബിൽഡിങ്ങിനെ പൊളിച്ചിട്ട് ആർക്കാ ഗുണം? സത്യം. ആ ഗുണമില്ലാത്തൊരു തീരുമാനമാണ് നമ്മൾ. മനസ്സിലായില്ലേ? വെരി ട്രൂ സാർ. അടുത്ത് കേരളത്തിലെ റോഡ് ഒറ്റ വാക്കിൽ സാർ എന്ത് പറയും? ഇനാഡിക്വറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും അത് പോരാ. വീതി പോരാ, അതിൻ്റെ ക്വാളിറ്റി പോരാ, പിന്നെ നമ്മൾക്ക് ഉള്ള ട്രാഫിക്കിന് വേണ്ടി ഈ റോഡുകൾ തീരെ പോരാ, എല്ലാ വിധത്തിലും ഇന്നാഡിക്വറ്റാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന റൗണ്ടിലേക്ക് വേണം. സാർ ലാസ്റ്റ് ഇത് എന്നാണ് ചെയ്തതെന്ന് പറയണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇത് ആരോടാണ് ചെയ്തതെന്ന് പറയണം. ലാസ്റ്റ് ഡയൽ ചെയ്ത ഒരു പൊളിറ്റീഷ്യൻ. ലാസ്റ്റ് ഡയൽ ചെയ്ത പൊളിറ്റീഷ്യൻ ഇന്നലെ ആരാണ്? ഇന്നലെ ഞാൻ വിളിച്ചത് ഒരു 3-4 പേരെ വിളിച്ചു ഓരോരു പിന്നെ കാര്യത്തിന്. പക്ഷെ പ്രത്യേകിച്ച് പിന്നെ വിളിക്കാൻ ആവശ്യപ്പെട്ടത് നമ്മളുടെ പറയാതിരിക്കുകയാണ് ഭേദം. ഓക്കെ, ലാസ്റ്റ് ATM പോയി കാശ് എടുത്തത്? ലാസ്റ്റ് ATM ക്യാഷ് എടുത്തിട്ട് 1 വർഷമായി. ആണോ? കാരണം ഞാൻ എല്ലാം ചെക്ക് വഴിക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ATM ഒരു കാശ് എടുത്താലും ആർക്കറിയാം. ഇപ്പം ഈ കാലത്ത് ATM കുറിച്ചൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. പേടിയുണ്ടോ? ചെറിയൊരു എന്തിനാണ് അനാവശ്യമായിട്ട് അതൊക്കെ ചെയ്യണം വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു ചീത്ത സ്വഭാവമുള്ളത്, എനിക്ക് സ്റ്റാഫ് ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ലിപ്പ് ഇട്ടിട്ട് അവരെ ബാങ്കിലേക്ക് നേരിട്ട് അയക്കും കാശ് കൊണ്ടുവരാം. അങ്ങനെയാണ് ലാസ്റ്റ് അക്കൗണ്ടിലെ ബാലൻസ് നോക്കിയത്. അത് ATM ഞാൻ നോക്കിയിരിക്കുന്നത്. എല്ലാ മാസവും സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ നോക്കും. നമ്മുടെ ടാക്സ് അക്കൗണ്ടൻസ് ഞാൻ എല്ലാം കൊടുക്കുമല്ലോ. അല്ല, ടാക്സ് കൊടുക്കാനുള്ള പണമുണ്ടോ ടാക്സ് ബാങ്കിൽ എന്നാണ് എല്ലാം അത്യാവശ്യമായ. അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ട് ഇപ്പോൾ കഷ്ടിച്ച് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഫോർവേഡ് മെസ്സേജ് അയച്ചത് അത് എല്ലാ ദിവസവും. പൊളിറ്റീഷ്യൻസിന് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? പല ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും അങ്ങനെ എത്ര അയക്കാറില്ല. പക്ഷേ ഇന്നെ ഞാൻ ഈ പിന്നെ പ്രധാനമന്ത്രി മോദിക്ക് ഒരു എഴുതിയതിൻ്റെ അതിന് പലർക്കും ഇന്നെ ഫോർവേഡ് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് ദേഷ്യപ്പെട്ടത് എന്താണ്? ദേഷ്യപ്പെടുന്നത് അങ്ങനെ എളുപ്പത്തിൽ ദേഷ്യപ്പെടില്ല. പക്ഷേ പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു. കാരണം ഞങ്ങളുടെ പിന്നെ പ്രോഗ്രാം അനുസരിച്ച് ഒരു സമയത്ത് വീട്ടിൽ വരാമെന്ന് പ്ലാൻ ഇട്ട ക്ഷമ അതൊരു 2.5 മണിക്കൂർ വൈകി. എന്നിട്ട് വൈകി എത്തുമ്പോൾ ഒരു 10-20 ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സ്റ്റാഫ് ടെലിവിഷൻ ഇൻ്റർവ്യൂവിനൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കുറച്ച് ദേഷ്യം തോന്നി. ലാസ്റ്റ് ഹെയർ കട്ട് കൂടുതൽ 4-5 ആഴ്ചയായി. അപ്പോൾ ഇന്നോ നാളെ വെട്ടണം എന്നൊരു ആവശ്യമുണ്ട്. സാറിന്റെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എങ്ങനെയാണ് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് മാറേണ്ടി വന്നു? കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, തുലാഭാരം എന്റെ തലയിൽ വീണിട്ട് വലിയൊരു പരിക്ക് വന്ന് 9 സ്റ്റിച്ച് അടിക്കേണ്ടി വന്നു. ആ സമയത്ത് എന്റെ സാധാരണ പാർട്ടിങ് ഈ ഇടത്തെ ഭാഗത്തായിരുന്നു. അവിടെ ചെയ്യാൻ സാധിച്ചില്ല, കാരണം അവിടെ ഇപ്പൊ ഈ പരിക്കും സ്റ്റിച്ചും, അപ്പൊ അതുകൊണ്ട് റൈറ്റിലേക്ക് മാറ്റേണ്ടി വന്നു. പക്ഷെ 60 വർഷം മുടി ഇങ്ങനെ വീഴുന്ന പഴക്കമുള്ള കാരണം ഇപ്പോ എവിടെയുമല്ല. ഞാൻ ഇവിടെ പാർക്കാൻ ഇങ്ങനെ ചീന്താൻ ശ്രമിക്കുന്നു, മുടി ഇങ്ങനെ വീഴുന്നു. എന്തുകൊണ്ട് ബിയേഡ് വെക്കുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ഒരു കാലത്ത് മാത്രമേ ബിയേഡ് വെച്ചിട്ടുള്ളൂ. ഫ്ലെച്ചർ സ്കൂൾ നമ്മൾ സംസാരിച്ചില്ല, എനിക്ക് ബ്ലേഡ് വാങ്ങാൻ പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വർഷം ബ്ലേഡിൽ പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ താടി വളർത്തി. ബിയേഡൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും സാർ. ഞാൻ ആക്ച്വലി ബിയേഡ് വളർത്തിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഷെർവാനിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഞാനൊരു മൗൽവിയാണെന്ന്. ഓക്കെ, ഞാൻ കുറച്ച് മലയാളം വാക്കുകൾ പറയും, സാർ ഇതിന് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു തരണം. വാക്ക് മനസ്സിലാക്കിയല്ലേ പറഞ്ഞു തരാൻ സാധിക്കും. ഡയലോഗ്സ് ആണ്, സിനിമ ഡയലോഗ്സ് ആണ്. ഓക്കെ, ഗംഗ ഇപ്പൊ പോവണ്ട, ഗംഗ ഡോണ്ട് ഗോ. ഓക്കെ, മൊയ്തീനെ ആ ചെറിയ സ്പാൻ റിംഗ് എടുക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. Moideen, just take the small spanner, I'll fix it for you right away. സൂപ്പർ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. You won't be able to defeat Chandu, kids. സൂപ്പർ. നീ ഇപ്പൊ മോനെ ദിനേശ. Dinesh, you better get out of here. Okay. ദേ പോയി ദേ വന്നു സുരേഷ് ഗോപിയുടെ ഡയലോഗ്. Here today, gone again. Here today, gone again. Okay. ഓർമ്മയുണ്ടോ ഈ മുഖം? Do you remember this face? സൂപ്പർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്വിറ്ററിൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പൊളിറ്റീഷ്യൻ ആയിരുന്നു സാറ്. ഒരു കാലത്ത്. ഇപ്പം ഫേസ്ബുക്കിൽ സാറിന് 13 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, 70 ലക്ഷം ട്വിറ്ററിൽ ഫോളോവേഴ്സ് ഉണ്ട്, 3 ലക്ഷം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ദിവസം എത്ര തവണ സോഷ്യൽ മീഡിയയിലേക്ക് ലോഗിൻ ചെയ്യും? ഞാൻ ട്വിറ്ററിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ എൻ്റെ സ്റ്റാഫ് എൻ്റെ ട്വീറ്റ്സിനെ എടുത്തിട്ടാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ശരിക്കും ആ ഫോളോവേഴ്സിന്റെ എണ്ണം എനിക്ക് അറിഞ്ഞിട്ടും കൂടി ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ ഒരു ദിവസത്തിലൊരു 5-6 പ്രാവശ്യമെങ്കിലും ട്വിറ്ററിൽ കയറാറുണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ ഫിറ്റ് ആവില്ല എന്ന് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ച് തോന്നിയിട്ടുണ്ടോ? ഇത് വേണ്ട. അല്ല, ഈ ടിക്ടോക്കിനെ കുറിച്ച് ഞാൻ ഇതുവരെ അതിലൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സാറ് 19 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. സാർ ലൈഫിൽ എത്ര ബുക്കുകൾ വായിച്ചിട്ടുണ്ടാവും സോ ഫാർ? അയ്യോ, അങ്ങനെ ഒരു എണ്ണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു നമ്മളൊരു 60 വർഷത്തിൽ എല്ലാ വർഷവും ഒരു 10-20-25 പുസ്തകങ്ങൾ ആവറേജ് മിനിമം വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുമ്പോൾ മിനിമം ഒരു 1200-1300 പുസ്തകം വായിച്ചിട്ടുണ്ടാവും വിചാരിക്കും. പക്ഷെ അതിനും കാട്ട് വായിച്ച് കാണണം. കാരണം കോളേജിലും സ്കൂളിലും ഒക്കെ അതിനും കാട്ട് വായിക്കേണ്ടി വന്നു. ടെക്സ്റ്റ് ബുക്സും പിന്നെ സ്കോളർലി ബുക്സും അതൊക്കെ 1500. പിന്നെ ചില ബുക്സിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ റിസർച്ചും ചെക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഫുൾ ബുക്ക് വായിക്കില്ല. അതിൻ്റെ എനിക്ക് ആവശ്യമുള്ളൊരു ഭാഗം മാത്രം വായിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2000 ഒക്കെ കടലും. എൻ്റെ വീട്ടിൽ തന്നെ ഒരു 3000 പുസ്തകം കാണും. പക്ഷെ അത് 13-14 ഇപ്പോൾ പിന്നെ ഡൽഹിയിലത്തെ ഈ എന്താ പറയുക ചാതികൾ ടേമൈറ്റ്സ് വന്നിട്ട് കടിച്ചു തന്നു 400 പുസ്തകം നാളെ കളയേണ്ടി വന്നു. 400 പുസ്തകം കളഞ്ഞു. ഇപ്പം ഒരാൾ ചോദിച്ചതാണ്, ഞങ്ങൾ യങ്സ്റ്റേഴ്സ് വായിക്കാൻ തുടങ്ങുന്ന യങ്സ്റ്റേഴ്സിന് ഒരു 5 ബുക്ക് സാർ റെഫർ ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെ വായിക്കാൻ തുടങ്ങുന്നത് പറഞ്ഞാൽ ഏത് പ്രായം അറിയണം. ശരിക്ക് ഒരു 10-15 വയസ്സ് മുതൽക്ക് വായിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. മഹാഭാരതം, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥയാണ്, പല കാര്യങ്ങൾ പഠിക്കാമെന്ന്. പിന്നെ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ ചരിത്രം മനസ്സിലാക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ നല്ല പുസ്തകമാണ്. മലയാളത്തിൽ ഖസക്കിൻ്റെ ഇതിഹാസം. എനിക്ക് തോന്നുന്നു പല വിധത്തിലും ചില സാഹിത്യകാരുണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാള സാഹിത്യത്തിൽ ബിഫോർ ഖസക്ക് ആൻഡ് ആഫ്റ്റർ ഖസക്കാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണ്, അത്രത്തോളം ഒരു സെമിനൽ വർക്കാണ് ഇത്. 3 ഞാൻ എന്തായാലും പറയും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു തമാശ പുസ്തകം വായിക്കണം, ഒരു രസത്തിന് വേണ്ടി, ചിരിക്കാൻ വേണ്ടി. ഇപ്പോൾ PG വുഡ്ഹൗസിൻ്റെ ഏത് വേണമെങ്കിലും പെടുത്തെടുത്തോളൂ. PG വുഡ്ഹൗസിൻ്റെ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ നല്ല തമാശ പുസ്തകങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സ്വീഡിഷ് നോവലുണ്ട്, ദ 100-year-old man who jumped out of a window and disappeared. ഞാൻ കുറേ വർഷത്തെ ചിരിച്ചിട്ടില്ല. ഇത് വായിച്ചിട്ട് 5-6 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ വുഡ്ഹൗസ് പിന്നെ മരിച്ചു പോയിട്ട് 40-45 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര ചിരിച്ചത് ഈ പുസ്തകം വായിച്ചിട്ടാണ്. അത് ഇംഗ്ലീഷിൽ കിട്ടിയാൽ നിങ്ങൾ വായിച്ചോളൂ കുട്ടി. അപ്പോൾ അതാണ് നമ്മുടെ 5ാമത്തെ പുസ്തകം. സൂപ്പർ. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? 1 വേർഡിൽ സാർ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ? ഇൻസ്പയറിംഗ്. പറഞ്ഞാൽ ലീഡർ സ്വന്തം കാര്യം മാത്രം ചെയ്തിട്ട് കാര്യമില്ല, മറ്റേവരെ നന്നാക്കാൻ അദ്ദേഹം ഇൻസ്പയർ ചെയ്യണം. അതാണ് ലീഡർഷിപ്പിന്റെ ശരിക്കും ഒരു ക്വാളിറ്റി. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? വൺ തിങ് അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ കൂടി പറയാം ഐഡിയോളജി എന്ന്. കേരളത്തിൽ ജനങ്ങൾ വിശ്വാസം മനസ്സിൽ വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാവരുടെയും പണം എന്നോ അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ പറയാം. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ കൂടി ഐഡിയോളജിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഫാക്ടർ എടുക്കുന്നത് അതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സാർ, എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു
ഒരു കോട്ടാണ് സാറിന്റെ, എവറിത്തിങ് ഇസ് റീസൈക്കിൾഡ് ഇൻ ഇന്ത്യ ഈവൻ ഡ്രീംസ്. അതെന്താണ് അതിന്റെ അർത്ഥം? അത് കുറച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ആണ്. ചുരുക്കി ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? റീസൈക്കിൾ പറയുന്നത് ഞാൻ വളർന്ന ഇന്ത്യയിൽ നമ്മളൊരു ഒരു ഒരു എഴുത്ത് കിട്ടിയ കവറിലും കൂടി നമ്മൾ എന്നെ എടുത്തു വെച്ചതായി എഴുതി വെക്കുന്നുണ്ടായിരുന്നു. ആ റീസൈക്ലിംഗ് ആയിരുന്നു നമ്മളുടെ ഇന്ത്യയിൽ. പക്ഷേ ഡ്രീംസ് പറഞ്ഞാൽ നമ്മൾ മറ്റേവരുടെ സ്വപ്നം നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അതിനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചാൽ വി ആർ റീസൈക്ലിംഗ് ഈവൻ ഡ്രീംസ്. ഓക്കെ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിൽ ഈ വാചകം എൻ്റെ നോവൽ ഷോ ബിസിനസ് എഴുതിയാണ്. ഷോ ബിസിനസ് ബോളിവുഡ് സിനിമയെക്കുറിച്ചായിരുന്നു. പക്ഷേ അതിലൊരു മെറ്റഫോറിക്കൽ പറഞ്ഞു, നമ്മുടെ സാമൂഹ്യം ഏത് വിധത്തിൻ്റെ കഥകളാണ് കേൾക്കുന്നത്, പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഈവൻ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ബോളിവുഡുകാർ നമ്മൾക്ക് കാട്ടുന്ന സ്വപ്നങ്ങളാണ് നമ്മളും സ്വപ്നം വെക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സൂപ്പർ. ഡോണ്ട് ടീച്ച് വാട്ട് ടു തിങ്ക്, ടീച്ച് ഹൗ ടു തിങ്ക്. എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് പഠിപ്പിക്കരുത്, എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കണം. അതെങ്ങനെ പഠിപ്പിക്കുക? അതെങ്ങനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സസിൽ മുണ്ടാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതാ പറഞ്ഞിരിക്കണം, ഞാൻ ലെക്ചർ ഇത് പറയുന്നത്, നിങ്ങൾ അതിന് എഴുതി എടുത്തിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് നാളെ പരീക്ഷയിലൊന്നും എഴുതുമെന്ന് പറഞ്ഞാൽ അത് വാട്ട് ടു തിങ്ക് ആണ്. അപ്പോൾ അവർ തിങ്കിങ്ങേ ചെയ്യുന്നില്ല, ശരിക്കും ബൈഹാർട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ അഥവാ ചില ഫാക്ട്സ് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് തന്നെത്താനെ ചിന്തിക്കാനും അനലൈസ് ചെയ്യാനും ആർഗ്യൂ ചെയ്യാനും സാധിക്കും. അതാണ് ഹൗ ടു തിങ്ക്. അപ്പോൾ എല്ലാ ഫീൽഡിലും നമ്മൾ ചരിത്രം പഠിക്കുകയാണെങ്കിലോ നമ്മൾ സയൻസ് പഠിക്കുകയാണെങ്കിലോ കുട്ടികൾ തന്നെത്താനെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അവരുടെ മനസ്സ് നാളെ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനെ പരിഹരിക്കാനും സാധിക്കും. ഓക്കെ. എക്സാമിന്റെ കാര്യത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് സാർ എന്തെങ്കിലും എക്സാമിന് കാണാതെ പഠിച്ചിട്ടുണ്ടോ, മഗ് ചെയ്തിട്ടുണ്ടോ? മഗ് ചെയ്യാൻ ആ കാലത്ത് ഒരൊറ്റ രക്ഷയുമില്ല, മടിയിട്ട് സാധിക്കുള്ളൂ. പറഞ്ഞ ലിറ്ററേച്ചർ ആണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ പാസേജസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യണം, പോയട്രി ഒക്കെ ബൈഹാർട്ട് ചെയ്യണം, ഹിസ്റ്ററി ആണെങ്കിൽ ഡേറ്റ്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്യണം. സയൻസും കൂടി ചില എക്സ്പെരിമെൻറ്റ്സ് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് മാത്സിൽ ഫോർമുല ബൈഹാർട്ട് ചെയ്യണം, പക്ഷേ അതിൻ്റെ ആ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യണം കണക്ക് ചെയ്യുമ്പോൾ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു. കോപ്പി അടിച്ചിട്ടുണ്ടോ? അത് ഒരിക്കലും ചെയ്തില്ല. അതിൻ്റെ ഒരു ഗുണമില്ല എനിക്ക് അറിഞ്ഞു. കാരണം നമ്മൾ ആ പരീക്ഷ പാസ്സാകും, പക്ഷേ മറ്റന്നാൾ നമ്മൾക്ക് പിന്നെ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ പാസ്സായിട്ട് വല്ല ജോലി കിട്ടുമല്ലോ ആണെങ്കിൽ അതിനൊരു നമ്മൾക്ക് അതിൻ്റെ കഴിവുണ്ടാവില്ല. തോറ്റിട്ടുണ്ടോ എന്തെങ്കിലും പരീക്ഷയിൽ? ഇല്ല. അല്ല, ഒരു വിധത്തിൽ നമ്മൾ പറയാം സെക്രട്ടറി ജനറൽ പരീക്ഷ തോറ്റുമല്ലോ നമ്മൾ. താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സാറ്. അപ്പം പുറത്തിറങ്ങി കഴിയുമ്പം സ്റ്റാർ ജാം റാഫിയുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാർ എന്ത് പറയും? അടിപൊളി എന്ന് പറയും. 3 പ്രാവശ്യം ഉപയോഗിച്ച വാക്കാണ്. താങ്ക്സ് റാഫി. താങ്ക് യു സോ മച്ച് സാർ. ഞങ്ങൾക്ക് വേണ്ടി ഒരു ടൺ കണക്കിന് ഫണ്ട് പറയാം. ടൺ കണക്കിന് ഫൺ. സൂപ്പർ. With RJ Rafi.